ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവ്യ എന്ന് പറയുന്ന മകളെ പറ്റി കനകയെ മക്കളോട് രണ്ടുപേരോടും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അബി എന്ന് പറയുന്നവൻ്റെ സ്വഭാവത്തെ പറ്റി അറിയാതെയാണ് അവനോടും അവൻ്റെ അമ്മയോടും ചേച്ചിയെ കാണിക്കുന്ന ആത്മാർത്ഥത കാണിക്കുന്നതെന്ന കാര്യം നന്ദു ഇങ്ങനെ നേരം പറഞ്ഞു. മൊത്തത്തിൽ സുഖമില്ലാത്തൊരവസ്ഥയാണ് അമ്മ ഇപ്പോൾ അവിടെ. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ആദർശേട്ടൻ്റെ വിളി കൂടി ഇല്ലാത്തതെന്ന് നയന അന്നേരം പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കും നന്ദുവിനും ഭയങ്കര സങ്കടം. എന്തോ സമയദോഷം ഉണ്ടമ്മേ, അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നയന പറയുമ്പം, ദേ മോളെ നോക്ക്, ആദർശമം വിളിക്കുന്നതോടെ എൻ്റെ മോളുടെ ഈ ആദ്യമൊക്കെ തീരും കേട്ടോ, ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ എന്നും പറഞ്ഞ് നയനയും കനക സമാധാനിപ്പിക്കുക. അല്ല, മോൾക്ക് പെട്ടെന്ന് പോണോ? അത് പിന്നെ ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് മോൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരണമെന്ന് അമ്മയ്ക്കുണ്ട്. അപ്പോൾ എനിക്കൊന്നും വേണ്ട അമ്മേ. അവിടെയാണെങ്കിൽ ആദർശേട്ടൻ്റെ അമ്മയും ആകെ വിഷമത്തിലാണെന്ന് നയന അന്നേരം പറഞ്ഞു. ഞാനെന്നാൽ പോട്ട് വരാമേ എന്ന് പറഞ്ഞിട്ട് നയന അവരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോവുക. എന്നിട്ട് നന്ദുവിനോട് റെസ്റ്റ് എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നയന അവിടെ നിന്ന് അങ്ങ് പോയി. നയനയ്ക്ക് ഭയങ്കര സങ്കടമാണെന്ന് ഇവർക്ക് രണ്ടുപേർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ അവരും ഭയങ്കര സങ്കടത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനന്തപുരിയാണ്. അനന്തപുരിയിൽ അനി ഇങ്ങനെ കയറി വരും. അനി കയറി വന്നപ്പോഴത്തേക്കും ജയൻ അവിടെ ഇരിക്കുക. ആ അനി നീയോ, നീ എന്തെന്ന് ഓഫീസിൽ പോയില്ലെന്ന് ചോദിച്ചു. പോയി വലിച്ച, പക്ഷെ ഒരു സുഖം തോന്നിയില്ല എന്ന് പറയും. അപ്പോൾ നന്ദോൻ ആക്സിഡൻ്റ് ആയ വിവരം നീ അറിഞ്ഞോന്ന് ചോദിച്ചു. അറിഞ്ഞെന്ന് പറഞ്ഞു. അതുകൊണ്ടാണോ നിനക്ക് സുഖമില്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ, അയ്യോ അതൊന്നും അല്ല വലിച്ച, നീ നന്ദോനെ കാണാനൊന്നും പോയില്ലേന്ന് ചോദിച്ചു. അപ്പോൾ പോണോ? അപ്പം നിൻ്റെ രണ്ട് ഏട്ടത്തിമാരുടെ സ്വന്തം അനിയത്തിമാരാണ്, അനിയത്തിയാണ്, അതുകൊണ്ട് നീ പോണം. പിന്നെ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും അല്ലേ, ആ ഒരു നിലയ്ക്ക് നീ പോകുന്നതിൽ തെറ്റുണ്ടെന്ന് പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പം, എന്നപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ പോകാൻ വലിച്ചാന്ന് പറഞ്ഞു. ആ അതെ, എൻ്റെ അഭിപ്രായമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇനി അങ്ങനെ ഒരു അഭിപ്രായം ആയിരിക്കില്ല നന്ദുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും നയനയ്ക്കും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് പോകണമെന്ന് നിർബന്ധിച്ച് ഞാൻ പറയില്ല. നീ നന്ദുവും തമ്മിൽ അടുപ്പമുള്ളത് കൊണ്ട് മാത്രമാണ് നന്ദു ഇപ്പം ഇങ്ങോട്ട് വരാത്തതും ഇവിടെ ആരുമായിട്ട് കാണാത്തതും. അല്ലെങ്കിലേ രണ്ട് ചേച്ചിമാരൂടെ ഉള്ള സ്ഥിതിക്ക് നന്ദു ഉറപ്പായിട്ട് ഇവിടെ വരികയും ചെയ്തേനെ, 1-2 ദിവസം താമസിക്കുകയും ഒക്കെ ചെയ്തേനെ എന്ന കാര്യമൊക്കെ പറഞ്ഞ് ജയനിങ്ങനെ പറയുമ്പം നന്ദുവിനെ നവ്യേട്ടത്തേക്ക് ഇപ്പോൾ വലിയ താല്പര്യമില്ലെന്ന് പറയുമ്പോൾ, അതിപ്പോഴല്ലേ, അതിന് മുൻപും നന്ദു അങ്ങനെ ഇവിടെ വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു ജയൻ. അപ്പോൾ ഇടയ്ക്ക് ഞാനൊന്ന് നയനേടത്തെ വിളിച്ചായിരുന്നു. അപ്പോൾ ഞാനങ്ങോട്ട് ചെല്ലുന്നതിൽ അത്ര വലിയ താല്പര്യമില്ലാതെ നയനേടത്തെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയുമ്പോൾ, താല്പര്യം കാണത്തില്ല, നീ നന്ദുവും തമ്മിൽ കാണുന്നത് സത്യം പറഞ്ഞാൽ ഗോവിന്ദനും കനകയ്ക്കൊക്കെ ആദ്യമാടാന്ന് ജയൻ അനിയോട് പറഞ്ഞു കൊടുക്കുക. ഇടയ്ക്ക് നീ എന്നോടൊരു സംശയം ചോദിച്ചായിരുന്നല്ലോ, നിൻ്റെ 2 കൂട്ടുകാർ ഒരു പെൺകുട്ടിയെ പ്രേമിക്കുന്ന കാര്യവും അത് എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ള കാര്യമൊക്കെ, അത് നന്ദുവിനെക്കുറിച്ചാണെന്നൊക്കെ എനിക്ക് മനസ്സിലായെന്ന് ജയൻ അന്നേരം പറഞ്ഞു. ഈ 2 സുഹൃത്തുക്കളിൽ ഒരാൾ നീയാണെന്നും എനിക്ക് പിടികിട്ടിയെന്നും ജയൻ പറഞ്ഞു. അപ്പം അനി ഇങ്ങനെ ആകെ വല്ലാണ്ടായി നിൽക്കാം. ഈ രണ്ടാമൻ ആരാണെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പം, അയ്യോ അങ്ങനെ ഒരു രണ്ടാമനൊന്നും ഇല്ല വല്യച്ചാന്ന് പറഞ്ഞു അനി. രണ്ടാമനും വേണ്ട, ഒന്നാമനും വേണ്ട. ദേ നിങ്ങൾക്ക് 2 ആൾക്കും ഒന്നിക്കാൻ കഴിയില്ല, അത് നീ മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞു കൊടുക്കുക. നന്ദുവിൽ നിന്നും നീ അകന്ന് നടക്കുന്നത് തന്നെയാണ് നല്ലതെന്നും പറഞ്ഞു. ഞാനിപ്പോൾ നന്ദുവിനെ കാണാറ് പോലുമില്ല, വിളിക്കാറുമില്ല, അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനത് അത്രയ്ക്കങ്ങ് വിശ്വസിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു ഈ ജയൻ. പരമാവധി അവളെ കാണാതിരിക്കുന്നതാണ് നിനക്ക് നല്ലതെന്നും പറഞ്ഞു കൊടുത്തു. പിന്നെ ഗോവിന്ദനും കനകയ്ക്കും ഇഷ്ടമല്ലാത്തടത്തോളം കാലം ആ ബന്ധം അത് നടക്കാൻ പോകുന്നില്ല മോനെ, അതോർത്ത് നീ ഇരിക്കേണ്ടെന്നും പറഞ്ഞു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നയന വീട്ടിലേക്ക് വരുന്നത്. നയന വീട്ടിലേക്ക് വരുമ്പോൾ രണ്ടുപേരോടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമല്ലേ. അപ്പോൾ എങ്ങനെയുണ്ട് മോളെ നന്ദുവിനെന്ന് ചോദിച്ചു. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അച്ഛാ, കാലിന് ചെറിയ പൊട്ടലുണ്ട്, എന്തായാലും കുറച്ച് ദിവസം ബെഡ് റെസ്റ്റ് വേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ മോള് വരണ്ടാന്ന് പറഞ്ഞെന്നാണല്ലോ ഇവൻ്റെ പരാതി. ഓ അത് പരാതിയായിട്ട് നീ പറഞ്ഞല്ലേ എന്ന് നയന ഇവരോട് ചോദിക്കും കേട്ടോ. അന്നേരം നയന പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞത് മനഃപൂർവ്വം അച്ഛാ, അനിയും നന്ദുവും തമ്മിൽ ഇനി കാണാത്തതല്ലേ നല്ലത് എന്ന് നയന ചോദിക്കുക. അന്നേരം അത് മോള് പറഞ്ഞത് ശരിയാണെന്ന് ജയനും പറഞ്ഞു. അങ്ങനെ കാണാനും മാത്രം പരുക്കുകളൊന്നും അവൾക്കില്ലെന്നേ, അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്നും നയന ഇങ്ങനെ നേരെ ഇവിടെ പറഞ്ഞു. കേട്ടല്ല പറഞ്ഞത്, അതുകൊണ്ട് മറ്റുള്ളവരെ നീ ടെൻഷൻ ആക്കാത്തതാണ് നല്ലതെന്നും ജയൻ ഇങ്ങനെ അനിയോട് പറയുക. അപ്പോൾ എന്ത് ചെയ്യാനാ, അവൾ എൻ്റെ നല്ലൊരു സുഹൃത്താണ്, അതുകൊണ്ട് അവൾക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായപ്പോൾ പോലും കാണാൻ പറ്റാത്തൊരവസ്ഥയായി പോയല്ലോ എന്നും പറഞ്ഞിങ്ങനെ അനി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനിയുടെ ഫോണിലേക്ക് ഇതേ കോള് വരുന്നു. പെട്ടെന്ന് തന്നെ കോൾ എടുത്തു. അയ്യോ നവീന വിളിക്കുന്നതെന്നും പറഞ്ഞ് എടുക്കുക കേട്ടോ. ഹലോ നവീന എടാ, അപ്പോൾ എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമായിരുന്നല്ലോടാന്ന് നവീൻ പറഞ്ഞു. അനി പിന്നെയും ധർമ്മസങ്കടത്തിൽ, പനിയുടെ ഈ പരിങ്ങലൊക്കെ
നയന ശ്രദ്ധിക്കുന്നുണ്ട്. എൻ്റെ ദൈവമേ, അവൻ ഇനി നന്ദുവിന് കല്യാണം ആലോചിക്കാൻ മറ്റോ ചെയ്തോ എന്നൊക്കെ മനസ്സിലിങ്ങനെ അനി ചിന്തിക്കുക കേട്ടോ. ഹലോ പറയടാ, ഞാൻ ഇന്നലെ വരുന്നടാ എന്ന് പറഞ്ഞ് അനി ഫോണും കട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവന് മൊത്തത്തിലും ഒരു സംശയം. നമ്മുടെ നവീന് അവന് എന്നെ പെട്ടെന്നൊന്ന് കാണുമെന്ന് പറഞ്ഞെന്ന് അനി ഇവരോട് പറയുമ്പോൾ, നിന്നെ കേസിൽ നിന്ന് രക്ഷിച്ചത് നവീനല്ലേ, അതുകൊണ്ട് വിളിച്ചാൽ എന്ത് തിരക്കുണ്ടെങ്കിലും നീ അവൻ്റെ അടുത്ത് എത്തണമെന്ന് ജയൻ പറയാം. അപ്പോൾ ശരി, അതുകൊണ്ടാണ് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു. നയനേട്ടത്തി, നവീൻ നിന്ന് വീട്ടിൽ വന്നായിരുന്നോ നന്ദുവിനെ കാണാനെന്ന് ചോദിക്കുമ്പം, പിന്നെ വരാതിരിക്കുമോ എന്ന് നയന അനിയോട് ചോദിക്കാം. നവീൻ്റെ കക്ഷികൾക്ക് വേണ്ടിയിട്ടാണ് നന്ദു കോടതിയിൽ സാക്ഷി പറഞ്ഞത്. അതുകൊണ്ടാണ് 2-3 ഗുണ്ടകൾക്ക് ശിക്ഷ കിട്ടുകയും ചെയ്തു. അതിൻ്റെ പ്രതികാരമാണോ ഈ ആക്സിഡൻ്റ് എന്ന് നന്ദുവിന് സംശയമുണ്ടെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ നയന ഇവരോട് പറയുകയും ചെയ്തു. അങ്ങനെയുള്ളപ്പോൾ പിന്നെ നവീൻ നന്ദുവിനെ കാണാൻ വരാതിരിക്കുമെന്നും ചോദിച്ചു. അല്ല, അവൻ വന്നിട്ട് ഒരുപാട് സമയം അവിടെ ഉണ്ടായിരുന്നു എന്നും ചോദിക്കാട്ടോ. നന്ദുവായിട്ട് കുറേ നേരം സംസാരിച്ചു എന്നും നയന പറഞ്ഞു. ജയൻ നേരം അവിടെ എന്തൊരു സംശയം. പിന്നെ ചായ ഒക്കെ കുടിച്ചിട്ടാണ് പോയത്. എന്താടാ? ഒന്നുമില്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഇനിയിപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാനായിരിക്കും അവനെന്നെ വിളിച്ചതെന്ന് അനി പറയാം കേട്ടോ. അന്നേരം ശരി എന്ന് പറഞ്ഞ് നയന ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് അനി അങ്ങ് പോയി. അനി അങ്ങ് പോയി കഴിഞ്ഞപ്പം ജയനും നയനയും കൂടി ഇങ്ങനെ അവിടെ അവൻ്റെ മനസ്സിൽ ഇപ്പോഴും നന്ദു ഉണ്ട് മോളേന്ന് പറയാം. അപ്പോൾ അതെനിക്ക് അറിയാച്ചാ നന്ദുവിൻ്റെ നിലപാടെന്താ, അപ്പോൾ അതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ അനിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ മുഖത്ത് ഒരു മാറ്റം ഉണ്ടെന്ന കാര്യം നയന ഇങ്ങനെ ഇവിടെ അച്ഛനോട് പറയുക. അതത്ര നല്ലതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അച്ഛാന്നും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞു പോകുമ്പോൾ, നടക്കാത്ത ബന്ധമാണെങ്കിൽ അവരെ പരസ്പരം അകറ്റുന്നതല്ലേ മോളെ നല്ലതെന്ന് ഇങ്ങനെ ചോദിക്കുക ജയൻ. കൂടിക്കാഴ്ചകളെ പരമാവധി ഒഴിവാക്കുന്നതല്ലേ നല്ലതെന്നും ചോദിച്ചു. അവരെ പരസ്പരം ഒന്നിപ്പിക്കാൻ മറ്റുള്ളവർ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ ബന്ധത്തെ പ്രോത്സാഹിപ്പിക്കാത്തതല്ലേ നല്ലതെന്നൊക്കെ ചോദിക്കാം. അപ്പം ഞാനും അതുകൊണ്ട് ഇപ്പം അവരെ അനുകൂലിച്ച് സംസാരിക്കാറൊന്നും ഇല്ല അച്ഛന് സമയം കിട്ടുമ്പോഴൊക്കെ അനിയെ ഒന്ന് ഉപദേശിക്കാൻ പറഞ്ഞ് നമ്മുടെ നയനകത്തേക്ക് കയറിപ്പോയി. ജയൻ ഇങ്ങനെ അവിടെ ഇരിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നവീനും അനിയും കൂടെ കണ്ട് സംസാരിക്കുക. അപ്പോൾ എന്താണ് അവൻ പറയാൻ പോകുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. എടാ നവീനെന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ, എൻ്റെ പൊന്നനി സത്യം പറയാമല്ലോ, ഇന്നൊരു ഗോൾഡൻ ചാൻസ് കിട്ടിയത് എൻ്റെ മനസ്സിലുള്ളത് എനിക്ക് പറയാൻ. എന്നിട്ട് നീ പറഞ്ഞോ? പറഞ്ഞില്ലടാ. അതെന്താ? എങ്ങനെ ഞാൻ പറയും? നീ ഇൻഡയറക്റ്റ് ആയിട്ട് ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ നന്ദുവിൻ്റെ കയ്യിൽ നിന്ന് നല്ല പ്രതികരണം അല്ലല്ലോ ഉണ്ടായത് എന്ന് ചോദിക്കുകയാണ് നവീൻ. ഞാൻ അതെൻ്റെ അഭിപ്രായമായിട്ടല്ലേടാ പറഞ്ഞത്, എന്നെപ്പോലെ ഒരാളെ അവൾ ഇഷ്ടപ്പെടത്തില്ലേടാ എന്നിങ്ങനെ നവീൻ ചോദിക്കും കേട്ടോ. അപ്പോൾ എടാ ഞാനത് തുറന്ന് ചോദിച്ചിട്ടില്ലല്ലോ എന്ന് അനി പറയുമ്പോൾ, ശരി പിന്നെ കാര്യങ്ങൾ ഇത്രയ്ക്കൊക്കെ ആയി, ഇനി അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കണ്ടടാ, എനിക്ക് എത്രയും പെട്ടെന്ന് കൃത്യമായിട്ടൊരു മറുപടി കിട്ടണമെന്ന് നവീൻ പറയുമ്പം, എടാ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുണ്ട്. മണിമാളികയിൽ താമസിക്കുന്ന വിദ്യാസമ്പന്നനായ ഒരാളെ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അവൾക്ക് ചിലപ്പോൾ ചിലവിന് പോലും കൊടുക്കാൻ കഴിവില്ലാത്ത ഒരുത്തനോടായിരിക്കും താല്പര്യം. അതൊക്കെ മനസ്സുകൾ തമ്മിലുള്ള ഒരു പൊരുത്തമാണ്. നിൻ്റെ കാര്യം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. എൻ്റെ തറവാട് പോലെ ഒരു വലിയ തറവാടാണ് നിൻ്റേത്. എൻ്റെ മുത്തശ്ശനെ പോലൊരു മുത്തശ്ശന നിൻ്റെ മുത്തശ്ശനും. പിന്നെ ഇട്ട് മൂടാനുള്ള പണവും നല്ല പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ട്. എടാ അങ്ങനെയുള്ള നിനക്ക് നിൻ്റെ അമ്മ പറയുന്നത് പോലെ നല്ലൊരു ബന്ധത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് ചോദിക്കുമ്പം, ഇത് പറയാനാണോടാ നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? അങ്ങനെയെങ്കിൽ എന്നീ ഒരു പെൺകുട്ടി എൻ്റെ അമ്മയ്ക്ക് മരുമകളായിട്ട് വന്നേനെ എന്ന് നവീൻ അനിയോട് പറയണു. എടാ എനിക്ക് വേണ്ടതെന്ന് നന്ദുവിനെ പോലെ ഒരു പെൺകുട്ടിയല്ല, നന്ദുവിനെ തന്നെയാണെന്ന് നവീൻ ഇങ്ങനെ നിർബന്ധ ബുദ്ധിയോടുകൂടി അനിയോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അനി നടുങ്ങി. ഇപ്പം ഞാൻ അവളെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ടടാ എന്ന് നവീൻ അനിയോട് പറയുക കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കിത് ഭയങ്കര ധർമ്മസങ്കടം, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. അപ്പോൾ എത്രയും പെട്ടെന്ന് നീ ഇതൊരു പരിഹാരം കാണണം. പിന്നെ എനിക്ക് എൻ്റെ വഴി തിരഞ്ഞെടുക്കാലോടാ, അതാണ് ഞാൻ പറയുന്നത്. അപ്പം പിന്നെ നീ അമ്മ പറയുന്നത് കേൾക്കുമോ എന്ന് ചോദിക്കുമ്പം, എന്നൊന്നും ഞാൻ പറയാൻ പറ്റിയെന്ന് വരില്ല. നന്ദുവും ഞാനും തമ്മിലുള്ള കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ ഒരു കല്യാണത്തെപ്പറ്റി ഞാൻ ചിന്തിച്ചില്ലെന്ന് തന്നെ വരുമെന്നും നവീൻ ഇങ്ങനെ പറയണു. ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് പിന്നെയും സങ്കടം കൂടുക. അല്ലെങ്കിൽ അങ്ങനെ ഒരു ചടങ്ങിനെ കാലതാമസം ഉണ്ടാകുമെന്നും പറയാം. എടാ ഒരു ആത്മാർത്ഥ സുഹൃത്ത് ഒരു കാര്യം ആവശ്യപ്പെട്ടില്ല എന്ത് വില കൊടുത്തും അവൻ അത് നേടിക്കൊടുക്കണമെന്ന് പറയാട്ടോ ഈ നവീൻ. കോടതിയിൽ നേരെ കേസ് നടക്കുന്ന സമയത്ത് നീ നിൻ്റെ വീട്ടുകാരും വല്ലാത്ത ടെൻഷനിലായിരുന്നു. പക്ഷെ അന്ന് ഞാൻ നിനക്ക് ഉറപ്പ് തന്നതാ ആ കേസ് നമ്മൾ ജയിക്കും എന്ന്. അതെൻ്റെ ജോലിയുടെ ഭാഗമാണ്. എങ്കിലും മറ്റുള്ളവരുടെ കേസ് പോലെയല്ല ഞാൻ നിൻ്റെ കേസ് കൈകാര്യം ചെയ്തത്, നിനക്കറിയാവുന്നതാണല്ലോ. പിന്നെ അങ്ങനെയുള്ള ഞാനാ നിന്നോട് ആവശ്യപ്പെടുന്നത് എങ്ങനെയെങ്കിലും നന്ദുവിനെ എനിക്ക് നേടിത്തരണമെന്ന്. അപ്പോൾ നോക്കാടാ, നിൻ്റെ വില കളയാനും പാടില്ല, എന്നാൽ ഈ സംഭവം അവൾ അറിയുകയും വേണം. അതാ എന്നെ പലട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് അനി പറയണു. നമുക്ക് ശരിയാക്കാടാ,
നീ ധൈര്യമായിട്ട് ചെല്ല് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി വീണ്ടും നവീനെ സമാധാനിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോയി കേട്ടോ. പാവം നവീൻ അവിടെ പ്രതീക്ഷകളോടെ പിന്നെ ഇരിക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നവ്യയെ കാണാനായിട്ട് നയനെ അങ്ങോട്ടേക്ക് ചെല്ലുക. ആ കാലുമേ കാലും കയറ്റി വെച്ച് ഇങ്ങനെ മൊബൈലൊക്കെ കണ്ടുകൊണ്ട് ഭയങ്കര അഹങ്കാരത്തോടു കൂടിയിരിക്കുന്ന നവ്യയുടെ മുന്നിലേക്ക് സ്വന്തം അനിയത്തി നമ്മുടെ നന്ദൂട്ടിനല്ലേ ആക്സിഡൻറ്റ് പറ്റി, എന്നിട്ട് അതിനെ ചെന്നൊന്ന് കാണാൻ ചേച്ചിക്ക് മനസ്സുണ്ടായില്ലല്ലോ എന്ന് നയനെ പറയുമ്പോഴേക്കും വലിയ ആള് കളിച്ചങ്ങ് എഴുന്നേറ്റ് അങ്ങ് വന്നു. ഞാനെന്തിനാ പോകുന്നത്, എനിക്ക് അതിനേക്കാളും പരിക്കു പറ്റിയായിരുന്നു, പുറമേ അല്ല എൻ്റെ മനസ്സിൽ. എന്നിട്ട് അവൾ എൻ്റെ കണ്ണീര് കണ്ടോന്ന് ചോദിച്ചു നവ്യ. അത് ചേച്ചിക്ക് വേണ്ടിയിട്ട് കൂടിയാ അവനെ അവൾ അറസ്റ്റ് ചെയ്തതെന്ന് പറയുമ്പം ആയിക്കോട്ടെ, അതോടെ ഞാനും അവളും തമ്മിലുള്ള ബന്ധമേ അവിടെ അവസാനിച്ചു. അങ്ങനെ അർത്ഥം മുറിച്ച് കളയാൻ പറ്റുന്നതാണോ ചേച്ചി അനിയത്തി തമ്മിലുള്ള ബന്ധമെന്ന് നയന ചോദിക്കുമ്പം അവൾ തന്നെയാണ് അത് ആദ്യം അർത്ഥം മുറിച്ച് കളഞ്ഞത്. അതിനെപ്പറ്റിയൊന്നും ഇനി ആരും അധികം സംസാരിക്കേണ്ട, അതിനെനിക്ക് താല്പര്യവും ഇല്ല എന്നും പറഞ്ഞ് നിൽക്കുമ്പം ജലജ എന്താ ഇവിടെ എന്നും ചോദിച്ചു അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. അപ്പോൾ നന്ദുവിന് ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഞാൻ പോയി കണ്ടില്ല പോലും എന്ന് നവ്യ പറഞ്ഞപ്പം സ്വന്തം കൂടപ്പിറപ്പിൻ്റെ വിഷമം മനസ്സിലാക്കാത്ത ഒരുത്തിയെ എൻ്റെ മരുമകൾ അവിടെ വന്ന് കാണേണ്ട കാര്യമൊന്നും ഇല്ലയെന്നും പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ വലിയ ഡയലോഗ് ഇറക്കുമ്പം എന്നെങ്കിലും ഒരു ദിവസം ചെയ്തതൊക്കെ ഓർത്ത് ചേച്ചി വിഷമിക്കുമെന്ന് നയന് പറയുക. ഇവരുടെ അമ്മായിയമ്മ ഭീഷണിയായിട്ട് നടക്കുക, ഏതാണ്ടൊക്കെ മലമറിക്കും എന്നും പറഞ്ഞുകൊണ്ട്. ഇപ്പതേ ഇവളും തുടങ്ങിയെന്ന് ജലജ. നിന്റെ ഭർത്താവേ ഇതുവരെ ആരെയും വിളിച്ചിട്ടില്ല, ആ ദേഷ്യം എന്നോടാണ് നിന്റെ അമ്മായിയമ്മ തീർക്കുന്നതെന്ന് പറയുമ്പം അമ്മ അങ്ങനെ ദേഷ്യത്തിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിലേ അപ്പച്ചി കുറച്ച് അടങ്ങി ഒതുങ്ങി നടക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് നയനെ അന്നേരം പറഞ്ഞു. നവ്യ ഒന്നിങ്ങനെ നോക്കുക കേട്ടോ, അല്ലെങ്കിൽ അപ്പച്ചിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. എന്തെയും നാടി നീ പറഞ്ഞു വരുന്നതെന്ന് ജലജ നയനയോട് ചോദിച്ചു. അന്നേരം ഒന്നും ചെയ്യത്തില്ല, അമ്മ ധൈര്യമായിട്ടിരിക്കാൻ നവ്യ, തെറ്റ് ചെയ്തവരാ ഭയക്കേണ്ടത് എന്ന് നവ്യ പറയുമ്പം അതുകൊണ്ടാണ് നിന്റെ അനിയത്തിക്ക് ഇപ്പം തിരിച്ചടി ഉണ്ടായതെന്നൊക്കെ ജലജ. അപ്പം നയന ഇങ്ങനെ ഇവർ രണ്ടുപേരും മാറി മാറി നോക്കും കേട്ടോ. അവൾ കിടപ്പിലായതേ അവളുടെ കയ്യിലിരിപ്പുകൊണ്ട് തന്നെയാന്ന് പറയുമ്പം ബാക്കി എല്ലാവരുടെയും കയ്യിലിരിപ്പ് വളരെ നല്ലതാണല്ലോ എന്ന് നയന. അപ്പച്ചിയുടെ ഈ നാവ് തന്നെ നിങ്ങളുടെ ജീവിതം ഇല്ലാതാക്കുമെന്ന് പറയുമ്പം കാണാമെന്നും പറഞ്ഞ് ഇങ്ങനെ ജലജ നിൽക്കുക കേട്ടോ. ആദർശേട്ടൻ വിളിക്കാത്തതിൻ്റെ വിഷമം എനിക്ക് ഒരുപാടുണ്ട്, അതിൻ്റെ കൂടെ വീണ്ടും എന്നെ ദേഷ്യം നിങ്ങൾ പിടിപ്പിച്ചാൽ നിങ്ങൾക്കത് നന്നാവില്ല എന്നും നയന ഇവർക്ക് താക്കീത് കൊടുത്തിട്ട് നയന അവിടെ നിന്ന് പോയി. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ നവ്യ വന്നിട്ട് അമ്മ അവളെ ഭയപ്പെടുത്തുമ്പോഴേ അവളുടെ കരണക്കുറ്റി നോക്കി അമ്മയ്ക്ക് ഒരെണ്ണം കൊടുത്തുകൂടെ എന്ന് നവ്യ ചോദിക്കുക. അമ്മായിയെ തല്ലാൻ അമ്മയ്ക്ക് പറ്റത്തില്ല, പക്ഷെ ആ ദേഷ്യം അമ്മയ്ക്ക് ഇവളോട് തീർക്കായിരുന്നില്ലേ എന്ന് ചോദിച്ചു നവ്യ. പോട്ടെ മോളെ, ഇനി ദേവയാനി എന്നെ തല്ലുകയാണെങ്കിൽ അവരുടെ കരണം ഞാൻ പൊന്നാക്കുമെന്ന് പറഞ്ഞല്ലോ എന്ന് ജലജ പറയുക. അങ്ങനെ ആരുടെയും മുന്നിൽ സഹിച്ചും ക്ഷമിച്ചും ജീവിക്കേണ്ട അവസ്ഥയൊന്നും എനിക്കില്ലാന്നും പറഞ്ഞ് നീ നോക്കിക്കോ, പിന്നെ ഒരു കാരണവശാലും മോള് നന്ദുവിനെ കാണാൻ പോയേക്കരുതെന്നും നവ്യയോട് പറഞ്ഞു കൊടുക്കുക ജലജ. അങ്ങനെയെങ്ങാനും പോയി കഴിഞ്ഞാൽ അവൾ ചെയ്ത പ്രവൃത്തി ചെറുതാണെന്ന് അവൾക്ക് തോന്നുമെന്ന കാര്യം പറഞ്ഞ് അത് പാടില്ല മോളെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇങ്ങോട്ട് കാണിക്കുന്നത് പോലെ തന്നെ അങ്ങോട്ടും കാണിച്ചാൽ മതിയെന്നും പറഞ്ഞു. അവിടെ ബന്ധവും സ്വന്തവും ഒന്നും നോക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നും പറഞ്ഞിങ്ങനെ ഈ ജലജ നബിക്ക് പറഞ്ഞു കൊടുക്കുക. അത് കഴിഞ്ഞ് മുത്തശ്ശൻ അവിടെ ഇരിക്കുന്നു. ആ സമയത്ത് നയന മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ആദർശേട്ടൻ്റെ വിവരമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുക കേട്ടോ. മുത്തശ്ശനെ എങ്ങനെ വിളിച്ചായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ അവിടെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് മോളെ, വിവരങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് മൂർത്തി പറയണം. അപ്പോൾ ഇപ്പോൾ ഈ നാട്ടിൽ പുതിയൊരു ജ്വല്ലറി വന്നല്ലോ, മോളുടെ ചേച്ചി പരസ്യം വന്നൊരു ജ്വല്ലറി, അവരാണ് അപ്പോൾ നമുക്ക് ഗൾഫിൽ പ്രധാന വെല്ലുവിളി ആയിട്ടുള്ളവരെന്ന കാര്യം മുത്തശ്ശൻ പറയുക. പിന്നെ കൂടെ ആരെങ്കിലും ചെയ്യുന്നതിനോട് ആദർശിന് എതിർപ്പും ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ഇങ്ങനെ നയനയോട് ഓരോന്ന് പറയുന്നു. എന്നെ പോകാനായിട്ട് ആരും സമ്മതിച്ചതുമില്ല, ജയനോ അജയനോ ആരെങ്കിലും ആദർശിനൊപ്പം പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ ദേവയാനി അങ്ങോട്ടേക്ക് വരിക. അത് തന്നെ അച്ഛാ ഞാനും ജയേട്ടനോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നത്. പ്രശ്നമുള്ളൊരു സ്ഥലത്തേക്ക് അവൻ ഒറ്റയ്ക്ക് വിടണ്ടായിരുന്നു അച്ഛാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേവയാനി പറയണം. അപ്പം മുത്തശ്ശൻ ആ ഒരു തീരുമാനത്തിൽ എങ്ങനെ നിൽക്കുന്നു. അങ്ങനെ വിട്ടതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അവൻ ഇത്രയും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ഒരു പ്രത്യേക കഴിവുണ്ടെന്നും പിന്നെ വിളിച്ചിട്ട് അവൻ എടുക്കുന്നില്ല, തിരിച്ചാണെങ്കിലോ വിളിക്കുന്നതുമില്ല. അതാണിപ്പം മോളെ സങ്കടപ്പെടുത്തിയിരിക്കുന്നതെന്നുള്ള കാര്യം മുത്തശ്ശൻ ഇങ്ങനെ പറയണം. അവിടെ വിളിച്ചപ്പോൾ ആരെങ്കിലും അവനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞായിരുന്നു അച്ഛാന്ന് ചോദിച്ചു. ഞാൻ ഇടയ്ക്ക് ദുബായിൽ ബ്രാഞ്ച് മാനേജറെ വിളിച്ചായിരുന്നു, അയാൾ പറഞ്ഞത് പുറത്തേതോ മീറ്റിങ്ങിന് ആദർശ് പോയതാണെന്നുള്ള കാര്യമാണെന്ന് പറയുമോ ഇവർ. പിന്നെ നിനക്കറിയാമല്ലോ ദേവയാനി, അങ്ങനെയുള്ള മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ അതിനിടയ്ക്ക് അവൻ മൊബൈൽ യൂസ് ചെയ്യാറില്ല എന്നുള്ളത്, മിക്കപ്പോഴും അത് ഓഫ് ചെയ്ത് വെക്കുന്നത് തന്നെയാണ് പതിവ്. അപ്പോൾ അതേ ഭയങ്കര ടെൻഷൻ
നയനയ്ക്ക്. ഇപ്പോൾ വിളിക്കുമ്പോഴൊക്കെ മൊബൈൽ ഓഫ് മുത്തശ്ശ എന്ന് നയന പറയുമ്പം അത് തന്നെയാണ് മോളെ ഞാൻ പറഞ്ഞത്, ചില മീറ്റിങ്ങുകൾ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്നതാണ്. എന്തായാലും നമുക്കത് നമ്മുടെ നാട് പോലെ തന്നെയാണ് ഗൾഫും. എത്രയോ വർഷത്തെ പരിചയം എനിക്കും അവനുമൊക്കെ ആ നാടുമായിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, അതോർത്ത് മോള് ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതല്ല അച്ഛാ, മോള് വന്നതിൽ പിന്നെ അവന് വലിയ രീതിയിൽ ശ്വാസമുട്ടലൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ദേവയാനി പറയുക. അപ്പം അത് മുത്തശ്ശന് ഭയങ്കര ഒരു വിഷമമായി. അവിടെയാണെങ്കിൽ ക്ലൈമറ്റ് മൊത്തത്തിൽ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയല്ലേ, ഇനി അവന് കാറിൽ പോയപ്പോൾ ശ്വാസമുട്ടലോ മറ്റോ ഒക്കെ ഉണ്ടായി കാണുമെന്ന് ചോദിക്കുമ്പം നീ എന്താ മോളെ വെറുതെ പേടിപ്പിക്കുകയാണോ, ജലജയെ പോലെ നീയും തുടങ്ങല്ലേ എന്ന് ദേവയാനിയോട് അന്നേരം മുത്തശ്ശൻ പറഞ്ഞു. അമ്മ പറഞ്ഞതുപോലെ ഒരു ഭയം എൻ്റെ ഉള്ളിലും ഉണ്ട് മുത്തശ്ശ എന്ന് നയന ഇങ്ങനെ പറയുക. അച്ഛാ, ഇത് മോള് തന്നെയാണ് എന്നോട് ചോദിച്ചത്, അതാ ഞാൻ പറയാൻ കാരണം. അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ലെന്നേ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവൻ അങ്ങനെ ഡ്രൈവ് ചെയ്യാനൊന്നും മെനക്കെടാറില്ലല്ലോ, പിന്നെന്താ കുഴപ്പമെന്ന് മുത്തശ്ശൻ അന്നേരം ചോദിച്ചു. അതിനൊക്കെ വേറെ ആൾക്കാരുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഒന്നും ആലോചിച്ച് മോള് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ശ്വാസമുട്ടൽ പോലെ വന്നാൽ ഡ്രൈവർ അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം എന്താ ഉണ്ടായെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ മുത്തശ്ശാന്നും പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ച് മുത്തശ്ശനോട് ഇങ്ങനെ പറയണം. എന്ന് പറഞ്ഞ് നയന അങ്ങ് പോയി കഴിഞ്ഞപ്പം മോളെ ആകെ തകർന്നിരിക്കുക. അതിനോടൊപ്പം മോളോടൊപ്പം ഓരോന്ന് നിന്ന് പറഞ്ഞ് അതിനെ വീണ്ടും നീ വിഷമിപ്പിക്കുന്ന എന്തിനാ ദേവയാനി, അതിനെ ഭയപ്പെടുത്തുന്ന എന്തിനാ ദേവയാനി എന്ന് മുത്തശ്ശൻ ചോദിച്ചു. നിന്റെ പേരക്കുട്ടി മോളുടെ വയറ്റിലുണ്ടെന്നുള്ള കാര്യം നിനക്ക് ഓർമ്മ വേണമെന്നും പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഏത് നേരവും ആശ്വാസവാക്കുകളുമായി അവളുടെ പിന്നാലെ തന്നെ ഉണ്ടച്ചാന്ന് ദേവയാനി അച്ഛനോട് പറഞ്ഞു. ഇനി നമ്മൾ എത്ര സമാധാനിപ്പിച്ചാലും ആദർശിൻ്റെ വിളി വരാതെ മോൾക്ക് ഒരു സ്വസ്ഥതയും ഉണ്ടാവില്ലെന്നുള്ള കാര്യവും ദേവയാനി പറയുവാണ്. അങ്ങനെ അതിനെപ്പറ്റി സംസാരിച്ച് ദേവയാനി മുത്തശ്ശിയും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഈ സമയത്ത് ജലജയും അതുപോലെ നബിയും കൂടെ അവിടെ നിന്ന് മൂത്ത കൊച്ചുമോൻ എന്ന് പറയുന്ന സന്തത ഇവിടുന്ന് പോയിട്ട് അയാളുടെ ഒരു വിവരമില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ. ജലജ ഭയങ്കര ദേഷ്യത്തിലാണ്. അയാൾ നാട് വിട്ട് പോയതാണോ, ഇനി തിരിച്ചു വരത്തില്ലേ എന്നൊക്കെ നവ്യ ഇങ്ങനെ ഒരു മര്യാദ ഇല്ലാതെ ചോദിക്കുമ്പം അനഖ എന്ന് പറയുന്ന ഒരുത്തി ഗൾഫിലാണല്ലോ മോളെ താമസിച്ചിരുന്നത്, ഇവൻ അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള ആ പെണ്ണിൻ്റെ ബന്ധുക്കൾ ഇവനെ ചിലപ്പോൾ തട്ടിക്കളഞ്ഞു കാണുമോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കും. ഇതെല്ലാം ദേവയാനി അവിടെ നിന്ന് ഒളിച്ച് കേൾക്കുക. അപ്പം അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടല്ലേ എന്ന് നവ്യ ചോദിക്കുമ്പം അതെ, അതുപോലെയല്ലേ ആ പെങ്കൊച്ചിനെ അവൻ തറ പറ്റിച്ചത്. ഒരു കണ്ണിച്ചോരയില്ലാത്ത രീതിയിൽ ആ നവ്യ എന്ന് പറയുന്ന സ്ത്രീ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുവാണ്. സ്വന്തം കൂടപ്പറപ്പിൻ്റെ ഭർത്താവ് തട്ടിപ്പോകുന്നത് സന്തോഷിക്കുന്ന ആ ഒരു ഇതിൽ. അപ്പോൾ ദേവയാനി നെഞ്ചത്ത് കൈ വെച്ച് കരയും. അപ്പോൾ ഈ ഇവരുടെ രഹസ്യം കേട്ടിട്ട് അപ്പം എനിക്ക് തോന്നുന്നത് ഗൾഫിൽ പ്രശ്നമുണ്ടെന്നും പറഞ്ഞ് അവളുടെ ബന്ധുക്കൾ അവനെ മനഃപൂർവ്വം വിളിച്ചു വരുത്തിയതായിരിക്കുമെന്നാണെന്ന കാര്യമൊക്കെ ഇങ്ങനെ ജലജ പറയണു. അപ്പോൾ ദേവൻ ഇതെല്ലാം കേൾക്കുക. അങ്ങനെയാണെങ്കിൽ അവൻ ഇനി തിരിച്ചു വരാനൊന്നും പോണില്ല എന്നൊക്കെ പറയുന്നു. എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ടാണ് ദേവയാനി പേടിയോടെ നിൽക്കുന്നത്. അയാൾ തിരിച്ചു വരരുതെന്ന് തന്നെ എൻ്റെയും ആഗ്രഹമെന്നും നവ്യ അന്നേരം പറയുന്നു. അയാളെ പോലെയുള്ള ചതിയന്മാരൊന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടില്ല എന്നൊക്കെയാണ് നവ്യയുടെ ഡയലോഗുകൾ. മോളെ, അവൻ ഇനി തിരിച്ചു വന്നാലും മോളായ എം ജ്വല്ലറിയിലേക്ക് പോകണം, അവരുടെ പരസ്യം ചെയ്യണം കേട്ടോ. അവർ നല്ല പൈസയല്ലേ തന്നുകൊണ്ടിരിക്കുന്നത്, പിന്നെ അതെന്തിനാ വേണ്ടാന്ന് വെക്കുന്നതെന്നൊക്കെ ചോദിക്കുക. ഇവിടെ താമസിക്കുന്നത് കൊണ്ട് നമുക്ക് ചിലവിന് കുഴപ്പമൊന്നുമില്ല, എങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് ക്യാഷ് വേണമെങ്കിൽ ഇവിടെയുള്ളവരുടെ മുന്നിൽ കൈ നീട്ടണ്ടേ. ഇവിടെ അബിക്ക് പോലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ അവരുടെ പരസ്യം ചെയ്യാൻ പോകും, അതിലൊന്നും ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല എന്നും നവ്യ പറയണം. അതിനോടൊപ്പം തന്നെ മൂർത്തിസ് ജ്വല്ലറിയിലല്ലേ അബിക്ക് ജോലി കൊടുക്കാനായിട്ട് പാട്, എം ജ്വല്ലറിയിലെ അവന് പറ്റി വല്ല ജോലി ഉണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നും നവ്യ പറയുക. ഇതൊക്കെ കേട്ട് ദേവയാനി തല കറങ്ങി നിൽക്കുവാണ്. അവരുടെ MD വരുമ്പോഴേ സംസാരിക്കാമെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞപ്പം അങ്ങനെ വേണം മോളെ, ആദർശിനും എനിക്ക് മുകളിൽ എൻ്റെ മോൻ വളരണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജലജ പറയുന്ന ആ ഒരു ഇത് കേട്ട് ദേവയാനി കണ്ണു തള്ളി നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമ്മുടെ വീഡിയോസ് കാണാൻ കഴിയുന്നതായിരിക്കും, നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും see you.